നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തെ വിറപ്പിച്ച ഇന്ത്യയുടെ പടക്കപ്പൽ INS വിക്രാന്തിന് ഒരു കേരള ബന്ധമുണ്ട്. അത് നിർമ്മിച്ചത് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. 2022 ഈ കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഈ പേരിനും ഒരു പ്രത്യേകതയുണ്ട്. INS വിക്രാന്ത് എന്നുള്ളത് ഇന്ത്യയുടെ ആദ്യ പടക്കപ്പലിൻ്റെ പേരായിരുന്നു. ഇത് ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷമാണ് പുതിയ കപ്പൽ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് യുദ്ധത്തിലും മറ്റുമൊക്കെ വളരെ സുദീർഘമായ പങ്ക് വഹിച്ച INS വിക്രാന്ത് എന്ന ആദ്യ കപ്പലിൻ്റെ പേര് തന്നെയാണ് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഈ കപ്പലിനും നൽകിയത്. ഏതാണ്ട് 20,000 കോടിയിലധികം രൂപ ചെലവിട്ടാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. അതീവ പ്രഹരശേഷിയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കപ്പലിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത. ഏതാണ്ട് 30ഓളം എയർക്രാഫ്റ്റുകളെ വഹിക്കാനുള്ള ശേഷിയുള്ളതാണ് ഈ കപ്പൽ. അതിൽ 20-ലധികം വിമാനങ്ങളും 10ഓളം ഹെലികോപ്റ്ററുകളും ഇതിൽ വഹിക്കാൻ കഴിയും. ശത്രുവിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അതിശക്തമായ രീതിയിൽ ആക്രമിക്കാനുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ള ഒന്നാണ് INS വിക്രാന്ത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒഴുകുന്ന ചെറിയ നഗരം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലുപ്പമുള്ളതാണ് INS വിക്രാന്ത്. ഈ കപ്പൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായി ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകളുടെ നീളമെടുത്താൽ തന്നെ ഇത് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിൽ വരെ എത്താമെന്നുള്ള എയർ ഡിസ്റ്റൻസ്, അതായത് ആകാശ ദൂരത്തെ അത്രയും ദൈർഘ്യമുള്ളതാണ് ഇതിൽ ഉപയോഗിച്ചിരുന്ന കേബിളുകൾ. എല്ലാവിധ അത്യന്താധുനിക സംവിധാനങ്ങളും കൂടിയ ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനം തന്നെയാണ്. ഒന്നാം INS വിക്രാന്തിൻ്റെ അഭിമാനം ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നു ഈ രണ്ടാമനായ INS വിക്രാന്ത്. മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും 7500 മൈൽ പോകാനുമുള്ള ശേഷിയുണ്ട്. ഇതിനൊക്കെ ശേഷിയുള്ള ഇലക്ട്രിക്കൽ സംവിധാനമാണ് വിക്രാന്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് INS വിക്രമാദിത്യ എന്ന് പറയുന്ന മറ്റൊരു പടക്കപ്പൽ കൂടിയുണ്ട്. അങ്ങനെ 2 വിമാനവാഹിനി കപ്പലുകളാണ് ഇന്ന് ഇന്ത്യയുടെ നാവികസേന സ്വന്തമാക്കിയിരിക്കുന്നത്. കറാച്ചിയിലെ തുറമുഖത്തെ കിടുകിടെ വിറപ്പിച്ച അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയ INS വിക്രാന്ത് രാജ്യത്തിന് തന്നെ അഭിമാനമാകുമ്പോൾ അതിൽ കേരളത്തിനും ഒരു പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ളത് ഓരോ മലയാളിയെ സംബന്ധിച്ചും അഭിമാനാർഹമായ നേട്ടമാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ യുദ്ധക്കപ്പൽ നിർമ്മിച്ച സമയത്ത് തന്നെ നമുക്കും ഇതൊക്കെ സാധിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ INS വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഒരു സുവർണ ഏടായി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖ നഗരങ്ങളിലൊന്നായ കറാച്ചിയെ മണിക്കൂറുകളോളം INS വിക്രാന്ത് വിറപ്പിക്കുകയായിരുന്നു. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ സമയത്തും കറാച്ചി തുറമുഖത്തേക്ക് ഇന്ത്യ അതിശക്തമായ ആക്രമണമാണ് നടത്തിയിരുന്നത്. പാകിസ്ഥാൻ്റെ എല്ലാവിധ സൈനിക തന്ത്രങ്ങളും പൊളിക്കുന്ന രീതിയിലായിരുന്നു അന്നും ഇന്ത്യ ശക്തമായ നിലപാടെടുത്തത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടായിരിക്കും കര, നാവിക, വ്യോമ വിഭാഗങ്ങൾ സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര സ്ഥിതി വളരെ മോശമാണ്. അതുപോലെ കറാച്ചിയിലും ലാഹോറിലും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആഭ്യന്തര കലാപങ്ങളും മറ്റ് നിരവധി പ്രശ്നങ്ങളും കൊണ്ട് വീർപ്പ് മുട്ടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ നൽകുന്ന ഈ ഒരു കനത്ത തിരിച്ചടി വലിയൊരു ദുരന്തമായി മാറും എന്നുള്ളതാണ് പൊതുവെ കരുതപ്പെടുന്നത്. ആഗോളതലത്തിൽ തന്നെ ഇന്ന് ഇന്ത്യൻ നാവികസേന എത്ര ശക്തമാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് INS വിക്രാന്തിൻ്റെ ഈ ഒരു ധീര പരാക്രമങ്ങൾ. നേരത്തെ ഹൂതി മുതൽ നേരിടുന്നതിന് വേണ്ടി അമേരിക്ക ചെങ്കടലിൽ നിരവധി യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിരുകൾ കാക്കാനും INS വിക്രാന്ത് എന്ന ഈ കൊച്ചിയുടെ മകൻ ശക്തമായ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്.